നിങ്ങൾ വെദർ യു ആർ ബിലോങ്സ് ടു ക്രിസ്ത്യൻ ഓർ അതർ കാസ്റ്റ്, അതൊന്നും വിഷയമല്ല. നിങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ്. ഒരു പൂ മണത്ത് നോക്കിയാൽ ഹായ് എന്നല്ല പറയണത്, പ്രൈസ് ദി ലോർഡ് എന്നാണ് പറയേണ്ടത്. ഒരു പൂ മണത്ത് നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ ഹായ് എന്നല്ല പറയണത്, പിന്നെന്താ പറയേണ്ടത്? പ്രൈസ് ദി ലോർഡ്, ദൈവമേ നന്ദി. എന്താ കാര്യം? അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. കൈയിടിച്ച് കർത്താവ് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് ഒന്നുകൂടി ആ വചനം കാണുകയാണ്. നമ്മൾ 14:16 വീട്ടിൽ പോയിട്ട് യൂട്യൂബ് പിന്നെയും നോക്കുക മാത്രമല്ല, കർത്താവിൻ്റെ വെളിപാട് നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ ദൈവം നിന്നോട് പറഞ്ഞത് അവൻ പറയണത് പോലെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മളത് ഷെയർ ചെയ്യുക കൂടി ചെയ്യണം. എന്താണ്? അവൻ പറഞ്ഞതാണ്, ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ നീ നിൻ്റെ യൂട്യൂബിൽ ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നീ വഴി അനേകായിരങ്ങളെ കർത്താവിനെ അറിയും. അങ്ങനെ ദൈവത്തിൻ്റെ ജോലി നീ ചെയ്യുമ്പോൾ നിൻ്റെ ജോലി ദൈവം ചെയ്യും. കൈ അടിച്ച് കർത്താവ് കഴിഞ്ഞ തലമുറയിൽ, അതായത് ദൈവത്തെ അറിയാത്ത, കർത്താവിൻ്റെ വചനം അറിയാത്ത, അവൻ പറയണത് പോലെ ചെയ്യാൻ അറിയാത്ത കഴിഞ്ഞ തലമുറയിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു. നിങ്ങൾക്കറിയാവുന്ന മാർഗങ്ങളിൽ പോകാൻ അനുവദിച്ചായിരുന്നു. പിന്നെ എന്താ പ്രശ്നം? ഇപ്പോൾ 17:30 നടപടി പുസ്തകം 17:30 അജ്ഞതയുടെ ആ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. ഇന്നലെ എന്ത് സംഭവിച്ചു? എങ്ങനെ നീ ജീവിച്ചു? 3 ഭാര്യമാരുണ്ടായിരുന്ന, 2 ഭാര്യമാരുണ്ടായിരുന്ന, മൊത്തം വെള്ളമായിരുന്ന, കള്ളൻ്റെ കഴുത്ത് കുത്തിന് പിടിച്ച് പണം മേടിച്ചോ, അമിത പലിശ വാങ്ങിച്ചോ? ദൈവത്തെ അറിയാത്ത ആ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. അതാണ് 17:30 എന്താണ് പറയണത്? അജ്ഞതയുടെ, ഏറ്റു പറഞ്ഞ്, അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. പിന്നെ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനി മാത്രം പശ്ചാത്തപിച്ചാൽ പോരാ. കർത്താവിൻ്റെ വചനം കേൾക്കുന്നതെല്ലാം തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അതാണ് പറയുന്നത്, എല്ലായിടത്തുമുള്ള എല്ലാ ജനതകളും. അതാണ് 17:30. അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. പറഞ്ഞേ, അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ, പശ്ചാത്താപം നൽകണമേ കർത്താവേ. യേശുവേ, നിങ്ങളുടെ എന്ത് വിഷയത്തിൻ്റെ മേലും ദൈവതീരുമാനം ഉണ്ടായി നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് എല്ലാവരെയാണ് വിളിക്കണത്, എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളെ. കാര്യം എന്താണ്? എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അല്ലാതെ അവിടെ പാർഷ്വാലിറ്റി ഇല്ല. അനുഗ്രഹം കൊടുക്കാൻ നേരത്ത് പക്ഷാഭേദമില്ല. സ്വന്തം പാർട്ടിക്കാരനാണ്, സ്വന്തം മതക്കാരനാണ്, സ്വന്തം വിശ്വാസിയാണെന്നും പറഞ്ഞ് ദൈവത്തിന് പക്ഷാഭേദമില്ല. ദൈവത്തിന് പക്ഷാഭേദവുമില്ല, ദൈവത്തിന് മുഖംനോട്ടവുമില്ല. അതാണ് കൊളോസ്യസ് 3:25 പറയണത്, ദൈവത്തിന് മുഖംനോട്ടമില്ലെന്ന്. അത് അനുഗ്രഹത്തിൻ്റെ കാര്യമായാലും ശരി, അനുതാപത്തിൻ്റെ കാര്യമായാലും ശരി, ദൈവം എല്ലാവരിൽ നിന്നുമാണ് അനുതാപം ആവശ്യപ്പെടുന്നത്. കാര്യം ദൈവം എല്ലാവരെയാണ് അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാവും അക്രൈസ്തവ സഹോദരൻ എന്തുമാത്രമാണ് അനുഗ്രഹം പ്രാപിക്കണത്. പക്ഷെ അപ്പോഴൊക്കെ എല്ലാവരും ആഗ്രഹിക്കണം, ഞങ്ങൾ കൂടുതൽ വിശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ
കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കൂടുതൽ വിശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം സ്വന്തമാക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന് നൽകണമേ കർത്താവേ. വിശുദ്ധിയോടെ ജീവിക്കാൻ അനുദാപം നൽകണമേ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അതെല്ലാ ജനങ്ങളെയും ദൈവം അനുതാപത്തിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബൈബിളിൽ ഇപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദേവാലയം കൊള്ള ചെയ്ത് സ്വർണ്ണപാത്രങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ട് സ്വന്തം ആഭിചാരികളായ സ്ത്രീകളുമായിട്ട് വീഞ്ഞു കുടിച്ച ഒരു കശ്മലനായ രാജാവിനെക്കുറിച്ച്, അയാൾ യഹൂദൻ പോലും അല്ല, ഒരു സാധാരണ ആളായിരുന്നു. പക്ഷേ അയാളുടെ അന്തഃപുരത്തിൽ പെട്ടെന്ന് ദീപയഷ്ടികളിരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു വിരൽ വന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി. അപ്പോൾ ദൈവം അനുതാപത്തിലേക്ക് എല്ലാവരെയും വിളിക്കുന്ന അതിൻ്റെ അർത്ഥം. ബൽഷാസർ യഹൂദൻ പോലുമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട വംശത്തിലുള്ള ആളല്ല. പക്ഷേ അയാൾ അന്തഃപുരത്തിൽ അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ അയാളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിരൽ വന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി. ദാനിയേൽ 5:6 എഴുതി ഇത്രയേ ഉള്ളൂ: മേനെ തെക്കൽ പാർസിൻ. എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ നിന്നെ തൂക്കി നോക്കി. അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എന്താണ്? ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ സൽപ്രവൃത്തികൾ, നിൻ്റെ പുണ്യപ്രവൃത്തികൾ, നീ ഭാരം വെച്ചിട്ടുണ്ടോ, അതിൽ നീ നിൻ്റെ കൃപ നേടിയിട്ടുണ്ടോ എന്ന് ദൈവം തൂക്കി നോക്കും. നോൻപ് കാലം ഒരു തൂക്കത്തിന് തയ്യാറാകണ കാലമാണ്. ഉടമ്പടി പ്രാർത്ഥനയിൽ എപ്പോഴും സൽപ്രവൃത്തികളുണ്ട്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ കുറേ ആത്മശക്തീകരണ പ്രവൃത്തികൾ വരും ഇതിൽ. അങ്ങനെയാണ് നമ്മൾ ഭാരം വെക്കണത്. ഞാൻ നിന്നെ തൂക്കി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ ദുർവൃത്തി ചെയ്യുന്ന ആളാണ്. എന്താണ്? ദേവാലയത്തിൽ നിന്ന് പൊൻപാത്രങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ട് അയാളുടെ വേശ്യകളുമായിട്ട് അയാൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തം പ്രാപിക്കുന്ന ആളാണ്. അതിലെന്താ പറഞ്ഞത്? ഞാൻ നിന്നെ തൂക്കി നോക്കി. തിന്മ ചെയ്യുന്നവനെ ദൈവം തൂക്കും. എങ്ങനെയാണ്? നീ ഭാരം കുറഞ്ഞവനായിട്ട് കാണപ്പെട്ടു. ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ വരുന്ന സാമ്പത്തിക മേഖലയിലൊക്കെ വരുന്ന ആത്മഹത്യകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എത്ര സ്വാധീനം ഉണ്ടായിട്ടും ഒരു കഥയുമില്ല. ദൈവം കൈവിട്ടതാണ്. കോടികളുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? മനുഷ്യൻ്റെ കിഡ്നി വരെ വിറ്റ് നമ്മൾ പല സാമ്പത്തിക സ്ഥാപനങ്ങളിലും പലിശ കൊടുക്കിയിട്ട് എത്ര പേരുടെ കണ്ണുനീരാണ്. തൂക്കി നോക്കുമ്പോൾ ഭാരം കുറഞ്ഞാൽ തള്ളിയിടും. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അവൻ ആരാണെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടുവെന്ന്. അപ്പം നിങ്ങൾ പറയും എനിക്കത് ബാധകമല്ല എന്ന് പറയും. കർത്താവിൻ്റെ വചനം എല്ലാവർക്കും ഒരുപോലെയാണ് ബാധകം. ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടു. ഉടമ്പടിയിൽ നമ്മളെ ഭാരം വെപ്പിക്കുന്ന കുറേ ആത്മശക്തീകരണ പ്രവർത്തനങ്ങളുണ്ട്. ചില ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിക്കും, ചിലപ്പോൾ ചെയ്യത്തില്ല. പക്ഷേ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞങ്ങളത് ചോദിക്കും, കൗൺസിലേഴ്സ് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ധൈര്യത്തോടെ പറയാനുണ്ടാകണം. നിങ്ങൾ ചെയ്ത സൽപ്രവർത്തികൾ, നിങ്ങൾ ചെയ്ത കൃപാവര പ്രവർത്തികൾ, നിങ്ങൾ ചെയ്ത സുവിശേഷ പ്രചരണ പ്രവർത്തികൾ ഒക്കെ പറയുമ്പോൾ സ്വാഭാവികയോടെ എന്താ ചെയ്യണത്? ദൈവം നിങ്ങളെ തൂക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഭാരം കൂടുകയാണ്. നിങ്ങളതിന് ഉടമ്പടി ശരിക്കും സഹായിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റണത്? നിങ്ങളുടെ കാലത്തിലെ ദൈവം ഇടപെടും. ദൈവം ഇടപെടാൻ സാങ്കേതികമായ തടസ്സമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരായ നിങ്ങളത് ചെയ്യണ കാരണം അമ്മ നിങ്ങളുടെ കാലത്തിലേക്ക് ഇടപെടാൻ വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കും. അപ്പോഴെന്നാ പറ്റണത്?
അനുഗ്രഹം അവകാശമാക്കും. അനുഗ്രഹം അവകാശമാക്കാൻ ജനിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ അതിനുള്ള അടിയന്തര നടപടി നിൻ്റെ കാലത്തിൽ ദൈവം ഇടപെടേണ്ടതാണെങ്കിൽ നിൻ്റെ കാലത്തിൽ ഇടപെട്ടുകൊണ്ട് നിൻ്റെ അവകാശത്തെ, അനുഗ്രഹത്തെ അവകാശമാക്കാൻ നിന്നെ സഹായിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ റോള്. അത് ഏറ്റവും കൂടുതൽ കൃത്യവും വ്യക്തവുമായി നടപ്പിൽ വരുത്തുന്നതിനാണ് ഉടമ്പടി പ്രാർത്ഥന ഒരു പദ്ധതിയും പ്രയോഗവുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഉടമ്പടി പ്രാർത്ഥന പദ്ധതിയും പ്രയോഗവും. നിനക്ക് ആ പുസ്തകം കിട്ടും ഓഫീസിൽ നിന്ന്. അടുത്ത അത് എല്ലാം തീർന്നു പോയിട്ട് നമ്മൾ രണ്ടാമത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് പഠിക്കണം. കാര്യം ഇതൊരു പദ്ധതിയാണ്. നിൻ്റെ കാലത്തിലേക്ക് ദൈവത്തെ ഇടപെടുത്തുന്ന അമ്മയുടെ മധ്യസ്ഥ ശക്തിയെ പ്രഘോഷിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ദൈവതിരുസന്നിധിയിൽ നിന്നെ ഭാരമുള്ള വ്യക്തിയായി മാറ്റുന്ന, അതുവഴി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അവകാശിയായി മാറ്റുന്ന ഒരു അസുലഭമായ പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. 12-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നമുക്ക് മറ്റ് പ്രാർത്ഥന പോലെയല്ല, ഇതൊരു ഭയങ്കര സിസ്റ്റമാറ്റിക് പ്രെയർ ആയത് കാരണം ഇതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ പഠിക്കാത്തിടത്തോളം കാലം. അതുകൊണ്ട് തന്നെ ഉടമ്പടിക്ക് വരുന്നവർക്ക് പ്രത്യേക ക്ലാസ്സുണ്ട്. ആ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരും, ഒരു ചീട്ട് തരും. ആ ചീട്ടും കൊണ്ട് വന്നാൽ മാത്രമേ ഉടമ്പടി ചെയ്യിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഒന്നും ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ ഇവിടെ ഈസിയായിട്ട് ഒന്ന് ചെല്ലാൻ പറ്റും. പക്ഷേ ഉടമ്പടി പ്രാർത്ഥന ദൈവിക പദ്ധതിയാണ്. അത് നിത്യത വരെ നിന്നെ സഹായിക്കും. എൻ്റെ ഭൗതികമായ അനുഗ്രഹത്തിൽ തുടങ്ങിയിട്ട് നിത്യ അനുഗ്രഹം വരെ നിനക്ക് നൽകുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ആ പുസ്തകം നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിനെക്കുറിച്ച് വീട്ടിലിരുന്ന് അവധാനതയോടെ പഠിച്ച് പ്രാർത്ഥിച്ച് അത് ഒരുങ്ങിയാണ് ശരിക്കും ഉടമ്പടി ചെയ്യാൻ വരേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു നല്ല കാലം ദൈവം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കട്ടെ, എഴുന്നേറ്റ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും എഴുന്നേൽക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ആദ്യം പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, പലതരം രോഗങ്ങളാല് ഞാൻ വലയുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുവാൻ എനിക്ക് ഭയം തോന്നുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഭാവിയിലേക്ക് നോക്കുവാൻ എനിക്ക് ഉത്കണ്ഠ തോന്നുന്നു. പലവിധ വ്യഥകളാല് ഞാൻ വ്രണപ്പെട്ടിരിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, എൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി എന്നെ സുഖപ്പെടുത്തുമെന്നുള്ള ദൈവവചനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ തിരുസന്നിധിയിൽ ഞാൻ മാധ്യസ്ഥം പ്രാപിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, വേദനിക്കുന്ന ഈ കൂട്ടായ്മയിലുള്ള ധ്യാനം കൂടുന്ന എല്ലാവരെയും പ്രത്യേകം അനുസ്മരിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരമായ സാക്ഷിയായി എല്ലാവരെയും ഉയർത്തണമേ. ഞങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. മക്കൾ ശ്രുതികട ഹല്ലേലൂയ. അന്തിന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേളി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമത്തിൽ സ്തുതി പറയുന്നു കർത്താവേ. നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം ഈ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ, ചെകിടന് കേട് നൽകിയവനെ, കർത്താവെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ, മഹോദ രോഗസ്യപ്പെടുത്തിയവനെ,
കർത്താവെ തറവായ രോഗപ്പെടുത്തവനെ കർത്താവ് ഉള്ളംകാലം മുതൽ കർത്താവെ ഉച്ചവരെ കർത്താവെ അങ്ങയുടെ വലത്ത് കരത്താൽ സ്പർശിക്കുന്ന അടിപ്പിടർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തികൾ മാരക രോഗങ്ങള് തീരാവേദനകള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. കരങ്ങൾ ഇടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവ് നൽകിയ സൗഖ്യത്തെ നന്ദി പറയട്ടെ. യേശുവേ ആരാധന. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. മക്കളെ, കിഡ്നി രോഗികൾ നടുവെല്ലിന് കൈവെക്കുക. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൊമ്പിന് കൈവെക്കുക. ഹൃദയ രോഗികൾ നെഞ്ചിൻ്റെ ഇടതുവശത്ത് കൈവെക്കുക. ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കുക. സർവാംഗം കൂടുതൽ രോഗമുള്ളവരെ സ്വസ്ഥതയായിട്ട് കൈവെക്കുക. ഇപ്പോഴും പരിശുദ്ധമ്മ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥ യാചിക്കുന്നതാണ്. ദിവ്യകാരുണ്യത്തോടാണ് മധ്യസ്ഥ യാചിക്കുന്നത്. നമ്മുടെ യോഗ്യതയേക്കാളുപരി ദൈവത്തിൻ്റെ കരുണയാണ് അമ്മയുടെ മധ്യസ്ഥത്താൽ നമുക്ക് ലഭിക്കുന്നത്. അമ്മയെ പരിശുദ്ധ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുസ്വന്തം അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ, അങ്ങയുടെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ, അങ്ങയുടെ മക്കളുടെ അവകാശവും മുഖരിയുമാകുന്ന മക്കളോട് കർത്താവെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 31:15 പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങളുടെ സമയം, അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങളുടെ ഭാഗധേയം. ആ സമയത്തെ കർത്താവേ, ഞങ്ങൾക്ക് അനുയോജ്യമായ വിധത്തില്, അനുഗ്രഹമായ വിധത്തില് അമ്മയെ പരിശുദ്ധമ്മയെ കാനായിലെ കല്യാണ വേളയിൽ ചെയ്തതുപോലെ അമ്മയുടെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യോഹന്നാൻ 2:4 പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഇപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, അവിടെ യോഗ്യത കൊണ്ടല്ല, അമ്മയുടെ മധ്യസ്ഥത്തിന്റെ യോഗ്യതയാൽ കർത്താവേ, എഫേസ്യസ് 2:8 പ്രാർത്ഥിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവേ, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ കൃപയാൽ, അനുഭവത്താൽ നേടിയ കൃപയാൽ, കുരിശുമരണത്താൽ നേടിയ കൃപയാൽ മാർഗ രോഗങ്ങള്, വേദകള്, ദുരിതങ്ങള് യേശുനാമത്തില് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയിരിക്കുന്നവരെ, കടത്തിൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഓർക്ക് അച്ഛന് ഓരോ വാക്ക് പറയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കാരണം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഇടമാണിത്. ദൈവം ആവശ്യപ്പെട്ടതാണ് നമ്മളുടെ പ്രാർത്ഥന. നിൻ്റെ ജീവിതത്തിൽ ഏത് ദുരന്തമായാലും ഈ അൾത്താറയിൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിലാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ സാമ്പത്തിക തകർച്ചയുള്ളവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഭവനരഹിതര്, മക്കളില്ലാത്തവര്, ജോലി ഇല്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര് എല്ലാവരും സമർപ്പിക്കുന്നു. വരുമാന മാർഗമില്ലാത്തവര്, പഠനത്തിൽ പുറകായവര്, പഠനത്തിൽ തോറ്റുപോയവര്, പരീക്ഷയിൽ തോറ്റുപോയവര്, ഓരോ നൈപുണ്യ പരീക്ഷകള്, മത്സര പരീക്ഷകളിലെല്ലാം കർത്താവെ പിന്നിലായിപ്പോയവരെ, അമ്മേ പരിശുദ്ധമ്മേ, ജോലി ഇല്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ശമ്പളം കുറഞ്ഞു പോയവരെ പൂർണ്ണമായി ഏറ്റെടുക്കണമേ, പൂർണ്ണമായി ഏറ്റെടുക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില്, എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തില് അടിപ്പിഴ പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി, ദൈവിക കരങ്ങള് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, കണ്ണീരിടുന്നവരുടെ മേൽ ദൈവം സ്പർശിക്കട്ടെ.
ഇവിടെ സാക്ഷ്യം പറയാൻ നമ്മുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി യേശു നാമത്തിലെ ഞങ്ങളെ ഉയർത്തണമേ. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരമായ സാക്ഷികളായി യേശു നാമത്തിലെ ഞങ്ങളെ ഉയർത്തണമേ. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരമായ സാക്ഷികളായി യേശു നാമത്തിലെ ഞങ്ങളെ ഉയർത്തണമേ. ശ്രുതികടോ മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദമാണ്. മുട്ടേ നിൽക്കുക. ഏതെങ്കിലും വിഷയം നിങ്ങൾക്ക് കണ്ണീരോടെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പോഴും അവനുമായി പ്രാർത്ഥിക്കുക. ആ വിഷയത്തിന് മേൽ ഇപ്പോഴും ആശീർവാദം ലഭിക്കും. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിഷയം സമർപ്പിക്കേണ്ടത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കുക. കരങ്ങൾ ഉയർത്തി ശക്തമായ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം ചെയ്യുമ്പോൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടി നിയോഗം കർത്താവ് ആശീർവദിക്കുകയാണ്. കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ, കഴിയുന്നവരെ, മാരക രോഗികളായിട്ടുള്ളവരെ, ക്യാൻസർ രോഗികളെ, ലിവർ രോഗികളെ, ഈശോ ശിരസ്നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.